നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. മനസ്സിലും മാനത്തും കാഴ്ചകൾ നിറച്ച് തൃശൂർ പൂരം. താളമേള വാദ്യങ്ങളോടെ ഇലഞ്ഞിത്തറമേളം കൊട്ടിക്കയറി. വർണ്ണ കാഴ്ചയായി കുടമാറ്റം. പൂരനഗരിയിൽ ഒഴുകിയെത്തി ജനം. വാളയാറിൽ വൻ ലഹരിവേട്ട. പിടിയിലായത് നന്ദിക്കര സ്വദേശി. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില. ഒറ്റ ദിവസം കൊണ്ട് 2000 രൂപയാണ് പവന് വർദ്ധിച്ചത്. വാർത്തകൾ വിശദമായി. മനസ്സിലും മാനത്തും കാഴ്ചകൾ നിറച്ച് തൃശൂർ പൂരം. തേക്കിൻകാട് മൈതാനവും തൃശൂർ സ്വരാജ് റൗണ്ടും വടക്കുന്നാഥ സന്നിധിയുമെല്ലാം പൂരാവേശത്തിൽ അലിഞ്ഞു. കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിയതോടെയാണ് പൂരം ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത്. 7:30 തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പിന്നാലെ വിവിധ ഘടകപൂരങ്ങൾ എഴുന്നള്ളി തുടങ്ങി. ഇതോടെ ആനപ്രേമികളുടെ പ്രിയങ്കരനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവിനായി ഏറെ പേർ കാത്തിരുന്നു. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളിയതോടെ പൂരപ്രേമികളുടെ ആവേശം വാനോളമായി. 11:30 മഠത്തിൽ വരവ് ആരംഭിച്ചു. മഠത്തിൽ വരവിനൊപ്പമുള്ള പഞ്ചവാദ്യം കാണാനായി നിരവധി പേരാണ് ഒത്തുചേർന്നത്. കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലായിരുന്നു പഞ്ചവാദ്യം. പിന്നീട് പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെട്ടു. പാറമേക്കാവിൽ നിന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ ചെമ്പടമേളം അകമ്പടിയായി. വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് ഇലഞ്ഞിത്തറ മേളമായിരുന്നു. പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് ഇലഞ്ഞിത്തറ മേളമായി ഇത് മാറി. തൃശൂരിൽ ആവേശമായി പൂരങ്ങളുടെ മേള പെരുമഴ. താളമേള വാദ്യങ്ങളോടെ ഇലഞ്ഞിത്തറമേളം കൊഴുത്തു. കിഴക്കൂട്ട് അനിയന്മാരായിരുന്നു മേളപ്രമാണി. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇലഞ്ഞിത്തറമേളം. വാദ്യകലാരംഗത്തെ കുലപതികളാണ് കിഴക്കൂട്ട് അനിയന്മാരാർക്കൊപ്പം ഇലഞ്ഞിത്തറമേളത്തിന്റെ ഭാഗമായത്. ഇടംതല വലംതല ചെണ്ടയ്ക്കൊപ്പം കൊമ്പും കുറുംകുഴലും ഇലത്താളവുമായി മേളം കൊട്ടിക്കയറി. ഇലഞ്ഞിത്തറമേളം ആസ്വദിക്കാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറയിൽ അരങ്ങേറുന്നതുകൊണ്ടാണ് ഈ മേളച്ചാർത്തിന് ഇലഞ്ഞിത്തറ മേളം എന്ന പേര് വന്നത്.
തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുകൂടിയ ജനസാഗരത്തെ ആവേശത്തിരയിൽ ആറാടിച്ച് മറ്റൊരു തൃശൂർ പൂരം കൂടി. മടത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും നാദവിസ്മയം തീർത്തപ്പോൾ കുടമാറ്റം പൂരപ്രേമികൾക്ക് വർണ്ണ കാഴ്ചയായി. വടക്കുനാഥന് മുന്നിൽ തെക്കേ ഗോപുരനടയിൽ കാഴ്ച വിസ്മയം തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുക്കിയത്. പടിഞ്ഞാറേ നടയിലെ ഇലഞ്ഞിത്തറ മേളത്തിന് പിന്നാലെയാണ് കുടമാറ്റം ആരംഭിച്ചത്. പാറമേക്കാവിലമ്മയുമായി ഗുരുവായൂർ നന്ദനും തിരുവമ്പാടി ഭഗവതിയുമായി തിരുവമ്പാടി ചന്ദ്രശേഖരനുമാണ് തിടമ്പേറ്റി നിന്നത്. ഇരുഭഗവതിമാരും മുഖാമുഖം നോക്കി നിൽക്കുമ്പോൾ തന്നെ ആനപ്പുറത്ത് പലവിധം കുടകൾ മാറി മാറി വന്നു. ഇരുഭാഗത്തും 15 ഗജവീരന്മാർ വീതം അണിനിരന്നു. വർണ്ണക്കുടകൾ ഒന്നിനു പിന്നാലെ ഒന്നായി ആനപ്പുറമേറി. അസ്തമയ സൂര്യന്റെ പറവയിൽ വെട്ടിത്തിളങ്ങിയ നെറ്റിപ്പട്ടങ്ങൾ കുടകളിൽ പൊൻവട്ടം ചാർത്തി. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ മത്സരിച്ച് നടത്തിയ കുടമാറ്റത്തെ വലിയ ഹർഷാരവത്തോടെയാണ് പൂരപ്രേമികൾ വരവേറ്റത്. ഇരുഭാഗത്തുമായി അണിനിരന്ന 30 കരിവീരന്മാരുടെ മുകളിൽ ഉയർന്ന ഓരോ കുടകളും വിസ്മയം തീർത്തപ്പോൾ അടുത്തത് എന്ത് എന്ന ചോദ്യമാണ് ഓരോ പൂരപ്രേമിയുടെയും മനസ്സിൽ ഉയർന്നു വന്നത്. ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും വ്യാഴാഴ്ച നടക്കും. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, രുദ്രാഭിഷേകം, അന്നദാനം എന്നിവയും രാവിലെ 8-ന് പൊങ്കാല സമർപ്പണം, വൈകിട്ട് ദീപാരാധനയും ശ്രീമുരുക കാവടി സെറ്റിന്റെ നേതൃത്വത്തിൽ താലിവരവ് എന്നിവ ഉണ്ടാകും. ക്ഷേത്രാചാര്യൻ കാരുമാത്ര വിജയൻ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാളയാറിൽ വൻ ലഹരിവേട്ട, പിടിയിലായത് നന്ദിക്കര സ്വദേശി. നന്ദിക്കര സ്വദേശി ദീക്ഷിതാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 900 ഗ്രാം MDMA കണ്ടെടുത്തു. ബംഗളൂരുവിൽ നിന്ന് ലഹരിമരുന്ന് വാങ്ങി KSRTC ബസ്സിൽ വരുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. തൃശൂരിൽ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനാണ് MDMA കൊണ്ടുവന്നതെന്നാണ് പ്രതിയുടെ മൊഴി. ഏകദേശം 50 ലക്ഷം രൂപ വില വരുന്നതാണ് പിടിച്ചെടുത്ത MDMA. KSRTC ബസ്സുകളിൽ ഈ മാസം 22 മുതൽ സമ്പൂർണ്ണ ഓൺലൈൻ പണമിടപാട് സംവിധാനം നിലവിൽ വരുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഏതുതരം ഓൺലൈൻ പണമിടപാടും ഇനി മുതൽ KSRTCയിൽ നടത്താമെന്നും ATM കാർഡ്, ഓൺലൈൻ വാലറ്റുകൾ എന്നിവ വഴിയും ബസ് ടിക്കറ്റുകൾ എടുക്കാമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ സംവിധാനത്തിലൂടെ ഓരോ സ്റ്റോപ്പിലും ബസ് എപ്പോൾ വരുമെന്നും അറിയാൻ സാധിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ ഉടൻ അവിടെ വെച്ച് ലൈസൻസ് നൽകുന്ന സംവിധാനവും ഗതാഗത വകുപ്പ് ഉടൻ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. ജീവനക്കാർക്ക് പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയും മന്ത്രി പ്രഖ്യാപിച്ചു. SBയുമായി ചേർന്നുകൊണ്ടാണ് പദ്ധതി. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ 49ാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം സ്വദേശിക്ക് 2ാം സ്ഥാനം ലഭിച്ചു. മാങ്കുറ്റിപ്പാടം കണിയാത്ത് S സതീഷ് കുമാറാണ് 2ാം സ്ഥാനത്തിന് അർഹനായത്. ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറയിൽ പുഴയ്ക്ക് നടുവിലുള്ള തുരുത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കാട്ടാനയുടെ ചിത്രമാണ് സമ്മാനാർഹമായത്. നിലമ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ DFO G ധനിക് ലാലിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മെയ് 13ഓടുകൂടി ഇത്തവണത്തെ കാലവർഷം തെക്കൻ ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ചില ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മെയ് 7 മുതൽ 10 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില. ഒറ്റ ദിവസം കൊണ്ട് 2000 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഇതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും 72,000 കടന്നു. ഒരു പവൻ സ്വർണത്തിന്റെ ചൊവ്വാഴ്ചത്തെ വിപണി വില 72,200 രൂപയാണ്. ഗ്രാമിന് 250 രൂപ കൂടി 9,025 രൂപയായി. കറികളിൽ നാം ചേർത്തുവരുന്ന പ്രധാനപ്പെട്ട ചേരുവകയാണ് ഉപ്പ്. ചിലർക്ക് കറികളിൽ എത്ര ഉപ്പിട്ടാലും മതിയാകാറില്ല. എന്നാൽ അമിതമായി ഉപ്പ് കഴിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. റിപ്പോർട്ട് കാണാം. അമിതമായി ഉപ്പ് കഴിക്കുന്ന ആളുകൾക്ക് ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ശരീരത്തിലെ ഉപ്പിന്റെയും ജലത്തിന്റെയും സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണായ അൽഡോസ്റ്റെറോണിന്റെ അളവ് കുറയ്ക്കുന്നതിന് കാരണമാകും. ഉപ്പിട്ട ഭക്ഷണം അമിതമായി കഴിക്കുന്നത് നിർജ്ജലീകരണം മാത്രമല്ല, ശരീരത്തിൽ അൽഡോസ്റ്റെറോണിന്റെ അളവ് കുറവാണെന്നതിന്റെ ലക്ഷണം കൂടിയാണ്. ഉപ്പ് അമിതമായി കഴിക്കുന്നത് കുറഞ്ഞ രക്തസമ്മർദ്ദം, തലകറക്കം, ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഉപ്പ് അമിതമായി കഴിച്ചാൽ BP കൂടുന്നതിന് കാരണമാകും. ഇത് ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്ക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂട്ടാം. അമിതമായ ഉപ്പ് കഴിക്കുന്നത് വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കാം.
ഇത് രക്തത്തിൽ നിന്ന് അധിക സോഡിയം ഫിൽട്ടർ ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. കാലക്രമേണ ഇത് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുകയും വൃക്കരോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉയർന്ന അളവിൽ ഉപ്പ് കഴിക്കുന്നത് ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും. ഈ അസന്തുലിതാവസ്ഥ ക്രമരഹിതമായ ഹൃദയമിടിപ്പിലേക്ക് നയിച്ചേക്കാം. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ ഇംഗ്ലീഷ്, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കോമേഴ്സ്, ഫിസിയോളജി എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. 20 രാവിലെ 9:30 കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിലും ഉച്ചയ്ക്ക് 1:30 ഇലക്ട്രോണിക്സ് വിഷയത്തിലും അഭിമുഖം നടക്കും. മെയ് 21 രാവിലെ 9:30 കൊമേഴ്സ് വിഷയത്തിലും ഉച്ചയ്ക്ക് 1:30 ഇംഗ്ലീഷ് വിഷയത്തിലും മെയ് 22 യഥാക്രമം സൈക്കോളജി വിഷയത്തിലും ഫിസിയോളജി എന്നീ വിഷയങ്ങളിലും അതിഥി അധ്യാപക അഭിമുഖം നടക്കും. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ അഭിമുഖത്തിന് കോളേജിൽ നേരിട്ട് ഹാജരാകണം. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,025 രൂപയും പവന് 72,200 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മനസ്സിലും മാനത്തും കാഴ്ചകൾ നിറച്ച് തൃശൂർ പൂരം. താളമേള വാദ്യങ്ങളോടെ ഇലഞ്ഞിത്തറമേളം കൊട്ടിക്കയറി. വർണ്ണക്കാഴ്ചയായി കുടമാറ്റം. പൂരനഗരിയിൽ ഒഴുകിയെത്തി ജനം. വാളയാറിൽ വൻ ലഹരിവേട്ട. പിടിയിലായത് നന്ദിക്കര സ്വദേശി. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില. ഒറ്റ ദിവസം കൊണ്ട് 2,000 രൂപയാണ് പവന് വർദ്ധിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.